ഫ്രണ്ട്സ്, ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരുന്നുണ്ടാകാം. ഇനി ചിലരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാത്രി കിടന്നു കഴിഞ്ഞാൽ ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് വറീഡായിക്കൊണ്ടേയിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കാം അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. അയ്യോ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, ഞാൻ തോറ്റു കഴിഞ്ഞാലോ? ഈ രീതിയിൽ അവരുടെ മനസ്സിൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ അവർ സ്വയം ഇങ്ങനെ മനസ്സുകൊണ്ട് അഭിനയിക്കുവാൻ തുടങ്ങും. ഇനി ചിലരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതൊരു പെർഫെക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് ഈ പെർഫെക്റ്റ് ടൈം വരാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുക, ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും പിന്നോട്ടേക്ക് പോവുക, പകരം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്, അതിനുള്ള വഴികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നെന്ന് പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് തന്നെ ആക്ഷനിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. അതായത് 5 മിനിറ്റിൽ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, ജയമായിരിക്കാം, തോൽവിയായിരിക്കാം. തോൽവിയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് ആക്ഷനിലേക്ക് കിടക്കുക. അടുത്ത വഴി എന്ന് പറയുന്നത്, നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ കുഴപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിങ്ങനെ നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് കുളമാക്കാതെ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിലേക്ക് നിങ്ങളുടെ പ്രശ്നം അങ്ങോട്ട് എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് മുൻപിലുള്ള ഓപ്ഷൻസ് എന്താണ് അത് എഴുതുക. അതിനുശേഷം ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്താണ് അത് എഴുതുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ കുറയാൻ തുടങ്ങും, അവിടെ ഓവർ തിങ്കിങ് കുറയാൻ തുടങ്ങും, നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും. അടുത്തൊരു വഴി എന്ന് പറയുന്നത്, നമുക്ക് എന്താണോ പ്രശ്നം, ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യുക. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിനുള്ളൊരു പരിഹാരം നമുക്ക് കിട്ടുന്നതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അവർക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ നമ്മളെ എന്ത് ചെയ്യും? മിസ്ലീഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വഴി എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം ചോദിക്കുക, ഈ തോട്ട്സ് എന്നെ സഹായിക്കുന്നതാണോ അതോ എന്നെ പിന്നോട്ടേക്ക് വലിക്കുന്നതാണോ? നമ്മളെ സഹായിക്കുന്ന ചിന്തകളാണെങ്കിൽ നിലനിർത്തുക, പിന്നോട്ടേക്ക് വലിക്കുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ആക്ഷനിലേക്ക് കടക്കുക. നമ്മുടെ ഫ്യൂച്ചർ മാറ്റുന്നത് ഓവർ തിങ്കിങ് അല്ല, മറിച്ച് നമ്മൾ നിരന്തരമായിട്ട് എടുക്കുന്ന ആക്ഷൻസിലൂടെയാണ്. അപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എടുക്കേണ്ട ആക്ഷൻസ് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ എടുത്ത് മുന്നോട്ട് പോവുക. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.